ഏതാണ് പറഞ്ഞേ? മനുഷ്യർ പറഞ്ഞ ഏതാണ്? G4 4 to 4 ലൂപ്പ്. 4 അല്ല 4 L4 എന്നൊരു ലൂപ്പ് ഉണ്ട്. അതായത് ഈ ഒരു ലൂപ്പ് ദിസ് ഇസ് എ ലൂപ്പ് അല്ലേ. ആ നോഡിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അപ്പം 4 ഓക്കെ. അതേതാണ്? G5 അല്ലേ. G5 ഇനിയുണ്ടോ ലൂപ്പ്? ഉണ്ടോ ഡൊമിനിക്ക്? ഇനി ലൂപ്പ് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു സാർ. ഇല്ലാന്ന് തോന്നുന്നല്ല. ഇനിയുണ്ടോ അനുശ്രീ? ഇനിയുണ്ടോ? അഷ്ന ഉണ്ടോ? ലൂപ്പ് ഉണ്ടോ ഇനി? ഇല്ല. ഉറപ്പാണ്? ഉണ്ടോ? റോഷ്നി ഉണ്ടോ? ലൂപ്പ് ഉണ്ടോ? 2 4 5 2. ഏത്? 2 4 5 2. പറഞ്ഞില്ലേ നമ്മള് 2 3 4 5 2. അല്ലല്ല, ഇല്ല. ഇതാണോ? ഇത് 2 4 ഇതിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? ഇത് ഇങ്ങോട്ടേക്കല്ലേ ഡയറക്ഷൻ? പറ്റുമോ? ഇല്ല. ഇല്ല. വേറെ ലൂപ്പ് ഉണ്ടോ? അഞ്ജന ഉണ്ടോ? ലൂപ്പ് ഉണ്ടോ? 2 3 5 2 വരും. വെരി ഗുഡ്. അതാണ് നിങ്ങൾ അധികം മിസ്സാകുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്സാകുന്ന ഒരു ലൂപ്പാണത്. ശ്രദ്ധിക്കുക. 2 3 5 2 കണ്ടോ? ഈ ലൂപ്പ് കണ്ടോ നിങ്ങൾ? 2 3 5 2. ഓക്കെ. അപ്പം എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. മനസ്സിലായോ പറഞ്ഞ? ഡൊമിനിക്ക് ക്ലിയർ ആണോ പറഞ്ഞത് ആ ലൂപ്പ്? എന്താണ്? 2 3 5 2 കണ്ടോ? 2 3 5 അഗെയിൻ തിരിച്ച് 2ലേക്ക്. ഓക്കെ, ദാറ്റ്സ് എ ലൂപ്പ്. അപ്പം അത് എഴുതുക അവിടെ. അപ്പോൾ അതെന്ത് വരും? സോറി, L5 2 3 5 2. ഓക്കെ. അപ്പോൾ അതിൽ എന്താ വരും? ഗെയിൻ പ്രോഡക്റ്റ് എന്ത് വരും? G2 G6 H3 മൈനസ് H3. അപ്പം 5 ലൂപ്പുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 ഫോർവേഡ് പാത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താ പറ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്താണടാ നെക്സ്റ്റ് സ്റ്റെപ്പ്? പറ. നമ്പർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്സ്. നോൺ ടച്ചിങ് ലൂപ്പിന്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് അല്ല. അപ്പോൾ അത് എന്തൊക്കെ വരുമെന്ന് നിങ്ങൾ നോക്കും. നോൺ ടച്ചിങ് ലൂപ്പ് ഇവിടെ നോക്കി, ഇതും നോൺ ടച്ചിങ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഈ ലൂപ്പും ലാസ്റ്റ് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ലൂപ്പും ഈ ലൂപ്പും നോൺ ടച്ചിങ് ആണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നോൺ ടച്ചിങ് ഉണ്ടോ എന്ന്. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ? ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഈ അവർ ഞാൻ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നീറ്റായിട്ട് നോട്ടിൽ എഴുതിയിട്ട് വരിക. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ചെക്ക് ചെയ്യും. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലംസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറെ കൂടി പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ചെയ്തു നോക്കണം എന്തായാലും. അപ്പം മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 2-ൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് നമ്മളിതിൽ പറയുന്നത് ടൈം ഡൊമൈൻ അനാലിസിസ് ആണ്. ഓക്കെ, ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ്
control systems. Okay. എന്താ ആക്ച്വലി ടൈം ഡൊമൈൻ അനാലിസിസ് അല്ലെങ്കിൽ ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ടൈം ഡൊമൈൻ, ഫ്രീക്വൻസി ഡൊമൈൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഒരു സിഗ്നലിനെ ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ അതിന്റെ മീനിങ് എന്താ? എന്താ അഞ്ജന, നിങ്ങൾ അങ്ങനെ ഒരു സിഗ്നൽ നോർമലി ടൈം ഡൊമൈനിലുള്ള സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേൾക്കുന്നില്ല പറയുന്നത്? എന്താണ് ഈ ടൈം ഡൊമൈൻ ടൈം ഡൊമൈനിലുള്ള സിഗ്നൽ എന്ന് പറയുന്നത്? എങ്ങനെ നമ്മൾ സാധാരണ എങ്ങനെ വരക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ കേൾക്കുന്നില്ല, നിങ്ങൾ ചോദിക്കുന്നത് കേൾക്കുന്നില്ല. എങ്ങനെ ഉണ്ടാവുക സാധാരണ? നിങ്ങൾ എങ്ങനെ വരക്കും? നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിയില്ല എന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറ. എങ്ങനെ ഉണ്ടാവും പറ. കേൾക്കുന്നില്ല അനുശ്രീ. പറഞ്ഞോ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്നേ. കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലും ഒക്കെ ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യും. ഞാൻ ഇത്ര ചോദിക്കുന്നുണ്ട്, ടൈം ഡൊമൈനിൽ ഒരു സിഗ്നൽ ഉണ്ടാകും ടൈം ഡൊമൈനിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പക്ഷേ നിങ്ങൾ എക്സ് ആക്സിസിൽ എന്തുണ്ടാവും? ടൈം ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. വൈ ആക്സിസിൽ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ വൈ ആക്സിസിൽ കാണിക്കും. അങ്ങനെയാണ് ടൈം ഡൊമൈൻ റെപ്രസെന്റേഷൻ. സിമിലർലി, how can you identify a signal in frequency domain? How can you check whether it is a time domain representation or frequency domain representation? ഇതേപോലെ തന്നെ എന്തുണ്ടാവും? എക്സ് ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി അല്ലേ, എഫ് അല്ലെങ്കിൽ ഒമേഗയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. വൈ ആക്സിസിൽ നിങ്ങളുടെ ആ കറസ്പോണ്ടിങ് ഓരോ ഫ്രീക്വൻസിയിലും വരുന്ന എന്താണ് റെപ്രസെന്റേഷൻ, ഫ്രീക്വൻസിയിലും വരുന്ന ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യും അല്ലെ. ടൈം ഡൊമൈനിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും നമ്മളൊരു സിഗ്നലിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡൊമൈനിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിരിക്കും. അതായത് ലോവർ ഫ്രീക്വൻസിയിൽ എത്ര സിഗ്നലിന്റെ സ്ട്രെങ്ത്, എത്ര ഹയർ ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ എത്രയായിരിക്കും അതിന്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കും ഫ്രീക്വൻസി ഡൊമൈനിൽ ഉണ്ടാവും. ടൈം ഡൊമൈനിൽ ഉണ്ടാവും എപ്പോഴും അങ്ങനെ ആയിരിക്കും, വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. ഫസ്റ്റ് ഒന്നാമത്തെ സെക്കൻഡിൽ എത്രയാണ് സിഗ്നലിന്റെ സ്ട്രെങ്ത്, രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് സിഗ്നലിന്റെ സ്ട്രെങ്ത്, അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന ടൈം ഡൊമൈൻ അനാലിസിസ് ആണ്. ടൈം ഡൊമൈനിലുള്ള സിഗ്നലിന്റെ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ടൈം ഡൊമൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൺട്രോൾ സിസ്റ്റത്തിന് ടൈം ഡൊമൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് സിഗ്നൽസ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് അതായത് നമുക്കിപ്പോൾ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, നമുക്കൊരു സിസ്റ്റം ഉണ്ട് അല്ലെ, ഒരു ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ചില സിഗ്നൽസ് ഇവിടെ ആദ്യം അതായത് നിങ്ങളുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ മോഡലിംഗ് ഒക്കെ മാത്തമാറ്റിക്കൽ മോഡലിംഗും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി നോക്കണം? നമ്മൾ ചില സിഗ്നൽസ് സാമ്പിൾസ് കൊടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായത് പെട്ടെന്ന് ഒരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ അതെന്തിനായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക? എന്തിനാണ് ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ഇൻപുട്ടിൽ? നമുക്ക് അതിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നലിൻ്റെ എക്സാമ്പിളാണ് സ്റ്റെപ്പ് സിഗ്നൽ, റാമ്പ് സിഗ്നൽ അല്ലേ. ഓക്കെ, പാരാബോളിക് സിഗ്നൽ, സൈൻ വേവ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് ആണ്.
അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇപ്പം പഠിക്കാനുള്ളത്. ഫസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചാണ് ഓൾറെഡി. സ്റ്റെപ്പ് സിഗ്നൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഒരു സ്റ്റെപ്പ് സിഗ്നലിന് എങ്ങനെ വരക്കാം? അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇങ്ങനെ ഉണ്ടാവും സിഗ്നൽ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ല. ഇവിടെ ടി ഉണ്ടാവും, ടൈം ഉണ്ടാവും. ഇവിടെ ഒരു ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഇക്വേഷൻ എങ്ങനെ എഴുതും? സപ്പോസ് ആർ ഓഫ് ടി ഓവർ സിഗ്നൽ എങ്ങനെ എഴുതുക? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമ്മൾ അതിനെ പറയും യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയും. എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും അനുശ്രീ? R of t equal to 1 for t greater than or equal to 0. Very good. R of t is equal to 1 for t greater than or equal to 0. ഓക്കെ, അപ്പോൾ ഇതിനെ ഇതുപോലെ സപ്പോസ് ഒരു സ്റ്റെപ്പ് സിഗ്നൽ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആകുമ്പോഴാണ് നമ്മൾ അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയും. അപ്പം സപ്പോസ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് സ്റ്റെപ്പ് സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ. വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓക്കെ. ഓക്കെ, സിമിലർലി നമുക്ക് റാം സിഗ്നൽ നോക്കാം. റാം സിഗ്നൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? റാം സിഗ്നൽ റാം സിഗ്നൽ റാം സിഗ്നൽ എന്താ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഓക്കെ, ഓക്കെ, ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആർ ഓഫ് ടി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആദ്യം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ അറിയോ റാം സിഗ്നലിന്? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്ന് വരും. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, അതായത് 1 ആകുന്ന സമയത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, 2 ആകുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് 2 ആണ്, 3 ആകുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് ടി ആണ്. അപ്പോൾ ടി എന്താണോ, ആർ ഓഫ് 1 എന്താണോ അതായിരിക്കും, ടി എന്താണോ അത് തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്ത് വരിക? ആംപ്ലിറ്റ്യൂഡ് വരും. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഇതാണ്, ഇത് യൂണിറ്റ് റാം സിഗ്നലാണ്. യൂണിറ്റ് റാം സിഗ്നലാണ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി. അതായത് ഈ 1ന്റെ സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 ആയതുകൊണ്ടാണ് യൂണിറ്റ് റാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1ന്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ എ ആണെങ്കിൽ ഇനി 2 ആവുന്ന സമയത്ത് കിട്ടുന്ന 2a ആണെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ടി എന്ന്, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇത് ദിസ് ഈസ് റാം സിഗ്നൽ. ഓക്കെ, എന്തുവരും? ഓരോ ഇൻ്റർവെല്ലിലും എ ആണ് ആംപ്ലിറ്റ്യൂഡ്. സിംഗിൾ റാം സിഗ്നൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ യൂണിറ്റ് റാം സിഗ്നലിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ്
പാരാബോളിക് സിഗ്നൽ. പാരാബോളിക് സിഗ്നൽ. ഓക്കെ, ഓക്കെ. പാരാബോളിക് സിഗ്നൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ബൈ 2 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിലും എഴുതണം നിങ്ങൾ 0 ടി ഗ്രേറ്റർ ദാൻ ടി ലെസ് ദാൻ 0. എല്ലാ കേസിലും വരണം. ഇവിടെ റാം സിഗ്നൽ ആണെങ്കിൽ ടി ലെസ് ദാൻ 0 0 ആയിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റ് സ്റ്റെപ്പിൽ അത് എഴുതി വെക്കും. ഓക്കെ, ഇവിടെ എ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എഴുതാം വിൽ ബി യൂണിറ്റ് പാരാബോളിക് സിഗ്നൽ. ഇക്വേഷൻ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 1. That is when a is equal to 1, then it is called unit parabolic signal. Okay. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇമ്പൾസ് സിഗ്നൽ ആണ്. ഇമ്പൾസ് സിഗ്നൽ ഇമ്പൾസ് ആണെങ്കിൽ ഇമ്പൾസ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? അതായത് എ സിഗ്നൽ വിത്ത് വെരി ലാർജ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ല. ഇതിനാണ് ഇമ്പൾസ്. ഡെൽ ഓഫ് ടി എന്നിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെങ്ങനെ നമ്മൾ പറയാം? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇമ്പൾസ് സിഗ്നലിനെ? നിങ്ങൾ പഠിച്ചതല്ല. del of t is equal to infinity. അപ്പോൾ t greater than അല്ല, is equal to 0. കേട്ടോ, del of t is equal to infinity for t is equal to 0. ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്താ പറയും? del of t is equal to 1 for t equal to 0. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും എന്തായിരിക്കും എൻ്റെ വാല്യൂ? 0 ആയിരിക്കും. ഓക്കെ, സീറോ for t not equal to 0. അപ്പോൾ ഇത് യൂണിറ്റ് ആണ്, യൂണിറ്റ് ഇൻവേഴ്സ് ആണ്. ഇനി നമ്മൾ ഇതിനെ എപ്പോഴും ആലോചിക്കും, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഒരു ഇമ്പൾസ് സിഗ്നൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എപ്പോഴും എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ,
ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സ്റ്റെപ്സിൽ അല്ലെങ്കിൽ സ്റ്റെപ്സിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു ഇമ്പൾസിൻ്റെ ടൈം. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്ത് ടെസ്റ്റ് സിഗ്നൽസ്. പിന്നെ സൈൻ വേവ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെ സൈനെ റെപ്രസെൻറ്റ് ചെയ്യാം. ടി ആണെങ്കിൽ ഒന്നുമില്ല, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഒമേഗ ടി എന്ന് വെച്ചാൽ എന്താ? ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്, അല്ല ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഇതിന് ഒമേഗ നമുക്ക് എന്ത് ചെയ്യാം? 2πf എന്ന് കൂടെ എഴുതാം. എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി. ക്ലിയർല്ലേ പറഞ്ഞു? അഷ്ന മനസ്സിലായില്ലേ പറഞ്ഞു? ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം ലാപ്ലേസിലുള്ള ഇക്വേഷൻസും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പായിരുന്നു. ടൈമിലുള്ള റെപ്രസെൻറ്റേഷൻ, ടൈം ഡൊമൈനുള്ള റെപ്രസെൻറ്റേഷൻ, അത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ എന്ന റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, നമ്മളിതിൻ്റെ ലാപ്ലേസിലുള്ള റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് എസ് എടുക്കുകയാണെന്ന്. സോ എന്തായിരിക്കും? എ ബൈ എസ് ആയിരിക്കും കേട്ടോ, എ ബൈ എസ്. സിമിലർലി യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ എന്ത് വരും? 1 വരും. ലാപ്ലേസിലുള്ള റെപ്രസെൻറ്റേഷൻ ആർ ഓഫ് എസ് എന്നത് 1/s ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഫോർ റാമ്പ്? എന്താ വരുക? എ ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, that can be represented as a by s square. Okay, യൂണിറ്റ് റാമ്പ് എന്ത് വരും? ടി ആണ്, എന്ത് വരും? 1/s square. ഈ ലാപ്ലേസ് ഒന്ന് നോക്കണേ. ടീൻ്റെ എന്താ നമ്മൾ വരുക? 1/s square എന്ന് വരും കേട്ടോ. ടി സ്ക്വയറിന് എന്ത് വരും? എന്താ വരുക? എന്താ വരുക അനുശ്രീ? നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇനി സിമിലർലി പാരാബോളിക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? എ ടി സ്ക്വയർ ബൈ 2 ആണ് നമ്മുടെ പാരാബോളിക്കിൻ്റെ. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു എ ബൈ എസ് ക്യൂബ് എന്ന് വരും കേട്ടോ, എ ബൈ എസ് ക്യൂബ്. ടി സ്ക്വയറിൻ്റെ എങ്ങനെ വരുക? 2 ഫാക്ടോറിയൽ ബൈ ടി റൈസ് ടു എൻ. എന്താ വരുക? ഇതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ടി സ്ക്വയറിൻ്റെ എന്താ വരുക? 2/s ക്യൂബ് എന്ന് വരും. ആ 2 ഉം 2 ഉം കട്ടായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? a/s ക്യൂബ് എന്ന് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? റോഷ്നി അറിയാം? ഓർമ്മയില്ല? ഓക്കെ, അതൊക്കെ നോക്കണേ ഒന്ന് ജസ്റ്റ്, നമുക്കിനി ആവശ്യമുണ്ട്. പിന്നെ യൂണിറ്റ് പാരാബോളിക് ആണെങ്കിൽ എന്ത് വരും? എഴുതി 1/s ക്യൂബ് എന്ന് വരും അല്ലേ. ടി സ്ക്വയർ ബൈ 2 ആണ് നമ്മുടെ ടൈം ഡൊമൈൻ ആർ ഓഫ് ടി, ആൻഡ് ആർ ഓഫ് എസ് വിൽ ബി 1/s ക്യൂബ് വരും. സിമിലർലി ഇമ്പൾസിൻ്റെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി എന്നാണ്. ആർ ഓഫ് ടി സിക്കൽ ഡെൽ ഓഫ് ടി ആണ്. അതിൻ്റെത് 1 ആയിരിക്കും ലാപ്ലേസിലുള്ള റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇത് കൂടി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ? അനുശ്രീ മനസ്സിലായിട്ടില്ല? സർ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.